സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും വെറുത്തിരുന്ന സബ്ജക്റ്റായിരുന്നു മാത്സ്. അങ്ങനെയുള്ള എനിക്ക് കിട്ടിയ ജോലി കണ്ടില്ലേ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അത് മുംബൈയിൽ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക്, ഏത് നേരവും ട്രാഫിക്കും ബഹളവും. അപ്പം ഞാൻ ആരോടെങ്കിലും ഉച്ചത്തിൽ സംസാരിച്ച് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വഴക്കുണ്ടാക്കുന്ന കണ്ട അവിടുന്ന് മാറിപ്പോകുന്ന പ്രകൃതക്കാരനാണ് ഞാൻ. ഇത്ര സമാധാനപ്രിയനായി എനിക്ക് കിട്ടിയ ജോലി കണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സത്യം, നീ അന്ന് പോലീസാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലേ എല്ലാവരും കളിയാക്കി ചിരിച്ചേനെ. അത്രയ്ക്ക് പാവത്താനല്ലായിരുന്നോ നീ? ഒരു പേടിത്തൊണ്ടൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലല്ലോ കാര്യങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടണമെന്നില്ലല്ലോ. ആ, അതൊക്കെ പോട്ടെ. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ഈ ഫ്രൈഡേ തിരിച്ചു പോകും. ഓ, അപ്പം ഇനി 2 ദിവസം കൂടെ ഉള്ളല്ലേ? അതെ. നീ എന്താ കല്യാണം കഴിക്കാഞ്ഞത്? പറ്റിയൊരാളെ കിട്ടിയില്ല. പിന്നെ വീട്ടുകാരുടെയൊക്കെ വാക്ക് കേട്ട് ചാടിക്കയറി തലവെച്ച് കൊടുത്തിട്ട് പിന്നെ വേണ്ടാന്ന് തോന്നരുതല്ലോ. അത് ശരിയാ, എൻ്റെ അവസ്ഥ വരണ്ട. കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുൻപ് ഡിവോഴ്സ്. അയ്യോ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. ഹേ കം ഓൺ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? നിനക്ക് നമ്മുടെ കൂടെ പഠിച്ച റീനെ ഓർമ്മയില്ലേ? ഏത്? ആ വെളുത്ത് മെലിഞ്ഞ ഉയരത്തിലുള്ള? ആ, അവള് തന്നെ. അവളിപ്പോൾ നല്ല തിരക്കുള്ള ഡോക്ടറാ. 2-3 ആഴ്ച മുമ്പ് സ്റ്റേഷനിൽ വന്നിരുന്നു ഒരു ആക്സിഡന്റ് കേസുമായിട്ട്. മാർക്കറ്റിലിടയ്ക്കൊക്കെ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അവൾ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു. പ്രേമൊന്നുമല്ല, അറിയാവുന്ന ആൾക്കാരല്ലേ. ഒരുമിച്ച് ജീവിച്ചാൽ ഹാപ്പി ആവുന്ന അവൾക്കൊരു തോന്നൽ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. നിനക്കെന്താ തോന്നുന്നേ? അത് പറയട്ടെ. പിന്നല്ലാതെ വേറെ ആരെങ്കിലും കുത്തിക്കൊണ്ടു പോകുന്നതിന് മുൻപ് യെസ് പറയാൻ നോക്ക്. ഓ, നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ, സമയം ഒരുപാടായി. ഇത്ര പെട്ടെന്നോ? എന്നാ ഞാൻ കൊണ്ടാക്കി തരാം. വേണ്ട, എൻ്റെ കാറുണ്ട്. ശരി എന്നാ. ഓക്കെ, ബൈ. ലൂയി, ഐ ലവ് യു സോ മച്ച്. കുറച്ചു നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോയേനെ ലൂയി. അതുകൊണ്ടാ പെട്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞേനെ, റീനയുടെ കാര്യം നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ഒരാളെ കെട്ടി ഡിവോഴ്സായി നിൽക്കുന്ന ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്നോട് എങ്ങനെ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? ലിസ, പറയാൻ ഒരുപാട് വൈകിപ്പോയെന്നറിയാം. റീനയുടെ കാര്യം നിന്നോട് പറയുമ്പോൾ മനസ്സിൽ 1000 തവണ ആഗ്രഹിച്ചിരുന്നു നീ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്. അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നോട് പറഞ്ഞേനെ ലിസ, എനിക്ക് നിന്നെ ജീവനാണെന്ന്. ഈ കാലം അത്രയും ഞാൻ കാത്തിരുന്നത് വേറൊരാളെയും നിന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്.